ഹിറ്റ് എന്ന് പറയാൻ 3 ഹിറ്റ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരാൾക്കും സഹിക്കുന്നില്ല. രഞ്ജി അത് പറഞ്ഞെന്ന് പറഞ്ഞ് ഷാജി എടുത്തെന്ന് പറഞ്ഞു കൊടുക്കും, ഷാജി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് രഞ്ജി എടുത്ത് പറഞ്ഞു കൊടുക്കും. ഈ വലിയേട്ടം കഴിഞ്ഞിട്ടാണ് ഞാൻ മിഴി രണ്ടിലും എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൽപ്പേര് രാമൻകുട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഈ സിനിമകൾ ചെയ്തിട്ട് ഈ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമാ വ്യവസായം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വ്യവസായം അല്ലെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നമുക്ക് വേറെ വ്യവസായങ്ങളുണ്ട്, നമുക്ക് വ്യവസായം ചെയ്യാൻ നമുക്കറിയാം, വ്യവസായം വേറെ പല വ്യവസായങ്ങളുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ സിനിമകൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുവാണ്. അപ്പോഴാണ് വലിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് എനിക്ക് സെക്കൻഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമാണത്. അപ്പോൾ അതിന് ഞാൻ കുറേ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവാണ്. അതിന് കഥ എന്ത് രഞ്ജിത്ത് അങ്ങോട്ട് എഴുതിയിട്ട് പുള്ളി ശരിയാവുന്നില്ല, വേറെ രണ്ടുപേരെ കൊണ്ട് എഴുതിച്ചിട്ട് ശരിയാവുന്നില്ല. ഷാജി ഡയറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതെന്തായാലും ഞാൻ എവിടെങ്കിലും വെച്ച് ഞാനത് ഇടയ്ക്ക് വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും ഞാൻ അതൊന്ന് ഉയർത്തെഴുന്നേക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രഞ്ജിത്തിന് വയ്യ എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് മീഡിയയുടെ ഇതിൻ്റെ ചെയർമാനൊക്കെ ആയി. പിന്നെ അതുമാത്രമല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. വളരെ മോശം എന്നുള്ള അങ്ങനല്ല, അദ്ദേഹം പുള്ളി ഒരു പ്രത്യേക രീതിയാണ്. പുള്ളി അങ്ങനെ മെനക്കെട്ട് പണ്ടും ഇരുന്ന് എഴുതാറില്ല. എഴുതി പിടിപ്പിച്ചാൽ ഈ സാധനം കൈ വരും. അദ്ദേഹത്തിൻ്റെ അത്ര ബ്രെയിനാണ് പുള്ളിയുടെ. പക്ഷെ അദ്ദേഹം ഇപ്പം അങ്ങോട്ട് അങ്ങനെ മെനക്കെടുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ അത്രയും സുഹൃത്തുക്കളാണല്ലോ, നീ ഒരു കാര്യം ചെയ്ത് ആരെങ്കിലും കൊണ്ടൊന്ന് എഴുതിപ്പിരും, ഞാനകത്ത് എന്തെങ്കിലും കറപ്ഷൻ വരുവാണെങ്കിൽ ഞാനത് തിരുത്തി കൊടുക്കാം, ഇരുന്ന് ഞാൻ വേണേൽ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാം. അല്ല, എനിക്ക് ഇത് മെനക്കെട്ടിരുന്ന് ഇനി എഴുതാൻ പാടാണ്. കാരണം ഇപ്പോൾ പുള്ളി ഒരു സബ്ജക്റ്റും എഴുതുന്നില്ലല്ലോ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഇനി മൈൻഡൊക്കെ ഫ്രീ ആയി വരുമ്പോൾ ചെയ്യുന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ വലിയേട്ടം കഴിഞ്ഞപ്പോഴേ എനിക്ക് സെക്കൻഡ് തന്നെ എൻ്റെ ഡ്രീമായിരുന്നു. അത് അന്ന് ഈ സിനിമയ്ക്കകത്തുള്ള ആൾക്കാരെല്ലാം അവിടെ ചേർന്ന് ഈ ഷാജിയെയും രഞ്ജിത്തിനെയും കൂടി ഇല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ധരിപ്പിച്ച്. കാരണം ഇവർ ഹിറ്റ് എന്ന് പറയാൻ 3 ഹിറ്റ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരാൾക്കും സഹിക്കുന്നില്ല. ഇവർ 3 കൂടെ കയറി വന്നപ്പോഴത്തേക്ക് ഒത്തൊരുമിച്ച് വന്നപ്പോഴത്തേക്ക് 3 പടം, 6-ാം തമ്പുരാൻ, നരസിംഹം, വലിയേട്ടൻ, ഇത് 3 സൂപ്പർ ഡൂപ്പർ ഹിറ്റായപ്പോഴത്തേക്ക് ഇവരെ രണ്ടിനെ എങ്ങനെ അകറ്റുക എന്നുള്ളതാണ്. രഞ്ജി അത് പറഞ്ഞെന്ന് പറഞ്ഞ് ഷാജി എടുത്തെന്ന് പറഞ്ഞു കൊടുക്കും, ഷാജി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് രഞ്ജി എടുത്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും തെറ്റിച്ച് ഇത് വലിയേട്ടൻ ഫൈനലൈസ് ചെയ്തിട്ടാണ് രഞ്ജി രാവണപ്രഭുവിലേക്ക് സ്വന്തമായിട്ട് പടം ഡയറക്റ്റ് ചെയ്യാൻ കയറുന്നത്. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ എടുത്ത് പറയുമ്പം ഷാജി എന്നെ കുറിച്ച് അങ്ങനെ മോശമായി പറഞ്ഞു, എന്നെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു നിങ്ങളുടെ അടുത്ത്? അത് ഇന്നാൾ പറഞ്ഞു എന്നോട് പറയും. അപ്പോൾ അത്രയും പുള്ളിയുടെ മനസ്സിൽ കയറി കഴിഞ്ഞു. ഒന്നിക്കാനുള്ള ശ്രമം നടന്നപ്പോഴല്ലേ ഇപ്പം അദ്ദേഹത്തിന് ഇരുന്ന് മെനക്കണം. അദ്ദേഹത്തിന് ഇതിൻ്റെ ചെയർമാനായില്ലേ, ഏതാണ് മീഡിയ അക്കാഡമിയുടെ ചെയർമാനായി. ഈ ചെയർമാനായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പിന്നെ ഒട്ടും സമയമില്ല. പിന്നെ പുള്ളിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, നടുവേദന വന്നു, അങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് കൊട്ടാരക്കര വന്ന് എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കാം, അയാൾ എഴുതിക്കൊണ്ട് വരട്ടെ, നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുണ്ടെങ്കിൽ മാറ്റം കൊണ്ടുവരാം. അപ്പോൾ രഞ്ജിയുടെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇത് വലിയേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ ഒരുവിധം ഹിറ്റാണ്. അപ്പോൾ അതിന് മേളിൽ പോകണം സെക്കൻഡ് എടുക്കുമ്പോൾ, പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്.